നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആണ്. അത് വീട്ടിൽ ബാക്കി വന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കില്ല, പക്ഷെ ഉള്ളത് വെച്ച് ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഷെസ്വാൻ സോസിന് വേണ്ട ഐറ്റംസ് ആണിത്. ചുമന്ന മുളക് ആദ്യം നല്ല ചൂട് വെള്ളത്തിൽ ഇട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. ഇതാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഉള്ള സാധനങ്ങൾ. ക്യാപ്സിക്കം, കുറച്ച് വെളുത്തുള്ളി, ജസ്റ്റ് എണ്ണയ്ക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. സൺഫ്ലവർ ഓയിൽ ഇല്ല, അപ്പോൾ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ക്യാബേജ്, കുറച്ച് ഉള്ളിയല്ല സവാള, പിന്നെ ക്യാരറ്റ്. അപ്പോൾ നമുക്ക് ഷെസ്വാൻ സോസ് ആദ്യം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചില്ലി അരച്ചപ്പോൾ ഇങ്ങനെ വന്നു. മാക്സിമം അതിൻ്റെ സീഡ്സ് കളഞ്ഞിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് ഒരു തവണ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കാരണം അത് ഭയങ്കര ചെറുതായിട്ടാണ് അരിയേണ്ടത്. അപ്പോൾ അങ്ങനെ അരിയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയാണ് അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു വേണ്ടത്ര ഓയിൽ, എനിക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി പറയാൻ അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഒരു 4-5 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണെന്ന് തോന്നുന്നു. ശരിക്കും സൺഫ്ലവർ ഓയിലാണ് ഞാൻ നോക്കിയതിൽ അവരൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടത്. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഈ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ആക്കി അരച്ചത്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. തൽക്കാലം അഡീഷണൽ വാട്ടർ ഒന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ ആ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ വേവുന്നതിൻ്റെ ഒരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ ഓരോ ഗ്ലാസ്സിൽ ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 8 മിനിറ്റ് ഒന്നും ആയിട്ടില്ല, പക്ഷേ ഒരുപാട് ഡ്രൈ ആയി പോകുന്നതിന് മുന്നേ വാട്ടർ ആഡ് ചെയ്യാം. ഞാൻ ആ ഒരു സ്മെല്ലൊക്കെ വന്നതിന് ശേഷം വാട്ടർ ആഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ച ആ ഗ്ലാസിൻ്റെ സൈസിൽ ഏകദേശം ഒരു 3 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. പക്ഷെ ഇത് അധികം നേരം വേണ്ട കുക്ക് ചെയ്യാൻ, നോക്കി നിൽക്കണം. ഒരു ഹാഫ് കുക്ക്ഡ് ആകുമ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കി വെച്ച് പിന്നെ നമ്മൾ വെള്ളം കളഞ്ഞെടുക്കണം. ഒരുപാട് സ്പൈസി വേണ്ടാത്തവർക്ക് മാക്സിമം ഇതിൻ്റെ സീഡ് കളഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ടൊമാറ്റോ സോസും സോയ സോസാണ്. അപ്പോൾ നമുക്ക് സോൾട്ട് ഇടാം. റൈസിലേക്ക് സോൾട്ട് ഇട്ടിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാത്തിലും സോൾട്ട് പിടിക്കാൻ നല്ല പാടായിരിക്കും. അപ്പോൾ നമ്മുടെ സോസിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിയാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്താ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഊഹത്തിന്. ഉപ്പ് ആഡ് ചെയ്തു. ഇനി ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 2 ടീസ്പൂൺ സോയ സോസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് സ്ലോ കുക്ക് ചെയ്ത്, ഇതിപ്പോൾ വാട്ടറി കൺസിസ്റ്റൻസി ആണല്ലോ, ഇത് ഇത്തിരിയും കൂടി കുറുകും. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ആണെങ്കിൽ ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ എടുത്തില്ലേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി, അതിൻ്റെ ബാലൻസ് വന്ന കുറച്ച് ചിക്കനാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാം. നമുക്ക് ഫ്രൈഡ് റൈസിന് സോട്ട് ചെയ്യാനുള്ള വെജിറ്റബിൾസ് ഒക്കെ വേഗം ആയിക്കോളും. ഇതിനാണല്ലോ ടൈം എടുക്കുന്നത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾട്ട്, മഞ്ഞൾപ്പൊടി, കുരുമുളക് കുറച്ച്, പിന്നെ ഉപ്പ്, മുളക് പൊടി, ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ, ആൻഡ് കോൺഫ്ലവർ. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1 ഹവറോളം വെച്ചു. ഇനി എന്നെപ്പോലെ കൈ യൂസ് ചെയ്യാൻ മടിയാണെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ച് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഫുള്ളായി കിട്ടും. അങ്ങനെ ആയതാണ് ഇത്. സോസിൻ്റെ കൺസിസ്റ്റൻസി പയ്യെ മാറി വരുന്നുണ്ട്. ആ വാട്ടറിനെസ് ഒക്കെ മാറി കുറച്ചുകൂടി തിക്കായി വരുന്നുണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഹോട്ടലിലൊക്കെ ഈ പെരി ചിക്കനൊക്കെ ഇല്ലേ, അതിൻ്റെ പുറത്ത് ഉണ്ടാവുന്ന സോസിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഷെസ്വാൻ ടൈപ്പൊക്കെ ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. Hai Pooja, ada Szechuan sama
ഷെസ്വാൻ സോസ് റെഡിയായി അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്ത ടേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഗൈസ് ഇനി നമ്മൾ മൾട്ടി ടാസ്കിങ് ആണ്. കാരണം 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 12:45 ഒരു 1 മണി to 1:30 ബിറ്റ്വീൻ ദാറ്റ് നമ്മളിവിടെ എല്ലാവരും കഴിക്കണം. അപ്പോൾ ഈ ചട്ടിയിൽ നമ്മൾ ചിക്കൻ വറുക്കും. പിന്നെ ഇതിനകത്ത് വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ മിക്സിംഗ് ആണ്. റൈസ് റെഡിയായി കഴിഞ്ഞു കേട്ടോ. റൈസും സോസും വെജിറ്റബിൾസും ഇട്ട് മിക്സ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ വറുത്തിട്ട് അത് പീസാക്കി അതിനകത്തിടും. ഇതാണ് ഇന്നത്തെ എൻ്റെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇടാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഗാർലിക് എടുത്ത് നമ്മൾ ഈ ഓയിലിലേക്ക് ഇടുവാണ്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. ഇന്ന് ബട്ടർ പോലും തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാദ്യം ഒരു ഇത്തിരി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് ഉള്ളി ഇടാം. ഫ്രൈഡ് റൈസിൽ ഉള്ളി ഇടാൻ പാടില്ല എന്ന് പ്രഭു പറഞ്ഞു. എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ടൊക്കെ ഫ്രൈഡ് റൈസിൽ ക്യാപ്സിക്കവും സവാളയും ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഷെസ്വാൻ ഫ്രൈഡ് റൈസിൽ ആൾക്കാർ ഉണ്ടാക്കുമ്പോൾ ആ റെസിപ്പിയിലൊക്കെ കണ്ട പോലെ തോന്നി. ഞാൻ നോക്കിയല്ല ചെയ്തതെന്ന്. ഒരു തവണ കാണും, ഒരു ഓർമ്മ വെച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും സവാള ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ സവാള ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ഒരുമിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അങ്ങ് വഴച്ചെടുക്കാം. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു മുട്ട ഇടാം. നമുക്കല്ല, അതിലേക്ക് ഒരു മുട്ട ഇടാം. കാരണം അതേ മുട്ട എടുത്ത് വേസ്റ്റ് ആക്കുന്നില്ല. കാരണം ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത പരുവത്തിലായി വരുന്ന എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. കണ്ടോ ഗൈസ്, എൻ്റെ ഷെസ്വാൻ സോസിൻ്റെ ഐശ്വര്യം കണ്ടിട്ട് എനിക്ക് കോരി കുടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇന്നത് ഫുള്ള് വേണ്ടി വരില്ലെന്നാണ് തോന്നുന്നത്. ഭയങ്കര സ്പൈസിയാണ്. കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പക്ഷെ അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാരണം ഇത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് കുക്ക് ചെയ്യുന്ന സമയത്താണെന്ന് തോന്നുന്നു വിനീഗറും കൂടി ആഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ചിക്കൻ പയ്യെ ഫ്രൈ ആയി തുടങ്ങുന്നുണ്ട്. ഫ്രൈ ആയത് ബാച്ചായിട്ട് നമുക്ക് കൊണ്ടുപോയി ഫാനിൻ്റെ അടിയിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. കാരണം എന്നാലാണ് നമുക്ക് കട്ട് ചെയ്യാൻ നേരത്തത് പിടിക്കാൻ പറ്റുള്ളൂ, ചൂട് പോയിട്ട്. അത് കട്ട് ചെയ്ത് ബോണില്ലാണ്ട് പീസായിട്ട് നമുക്കിടാം. അപ്പോൾ ഇതാ മുട്ടയും നമ്മുടെ വെജിറ്റബിൾസും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് നമ്മുടെ ഷെസ്വാൻ സോസ് ഒഴിച്ച് നോക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് വിത്ത് ചിക്കൻ റൈസിലേക്കൊന്ന് മിക്സ് ആക്കി നോക്കും. ഇനി ഇച്ചിരി എരിവ് കുറവായി തോന്നിയാൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ വിത്തിൻ 1 hour പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ടൈം എക്സാക്ട്ലി 1 o'clock ആണ്. റൈസ് റെഡി, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഒരു ബാച്ച് ഓഫ് ചിക്കൻ കുറച്ചുകൂടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ 1 hour ധാരാളം ഇത് വേഗം ഉണ്ടാക്കാൻ. ആൻഡ് ഷെസ്വാൻ സോസ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഉണ്ടാക്കി വെച്ചത് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ടൈം പോലും എടുക്കില്ല. ഈസി ആയിട്ട് എളുപ്പം കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കുട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷായിരിക്കും എന്ന് വിചാരിക്കും. തിന്ന് നോക്കിയിട്ട് പറയാത്ത. ബാക്കി ഇങ്ങനെ ഷട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കുറച്ച് ഇട്ടു അതിനകത്ത് ബാലൻസും. അപ്പോൾ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. കടയിലൊക്കെ കാണുന്ന പോലെ ഓവർ കളറില്ല, പക്ഷെ ഇത്രയും ഞാൻ സോസ് ഒഴിച്ചിട്ടുള്ളൂ. സോസ് ഇതാ ഇത്രയും ബാലൻസ് ഉണ്ട്. ഭയങ്കര സ്പൈസി ആയി കഴിഞ്ഞാൽ നമുക്ക് സാലഡ് വെച്ചൊന്നും കഴിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ ഷെസ്വാൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ തൽക്കാലം ഇത്ര ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. റൈസും ഞാൻ എടുത്ത ആ ഒരു ഏകദേശം 3 ഗ്ലാസ് അത്രയും വേണ്ടി വന്നിട്ടില്ല. നമുക്ക് ഈ ഉച്ച കൊണ്ട് അല്ലെങ്കിൽ രാത്രി ഒരാൾക്ക് കൂടി കഴിച്ച് തീരുന്ന രീതിയിലുള്ള റൈസാണ് ഇപ്പോൾ ഉള്ളത്. റൈസ് ഇനിയും കലത്തിൽ ഇനിയും ബാക്കി ഇരിപ്പുണ്ട്. സോ ആവശ്യത്തിനാണ് എടുത്തേക്കുന്നത്. ആൻഡ് ചിക്കനൊക്കെ ഇപ്പോൾ ഇതിനകത്ത് ലാവിഷായിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ അമ്മയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ആദ്യത്തെ റിവ്യൂ ഇവിടെ നിന്ന് തന്നെ ആവാം. എങ്ങനെയുണ്ട് ഉങ്കൾ? എങ്ങനെയുണ്ടെന്ന് പറ. എല്ലാരും എന്നെ തൂക്കി വിടുന്നു. പറ, ശരിക്കും പറ. കടയിൽ തരുന്ന പോലെ ഉണ്ടോ? കടയിൽ തരുന്ന പോലെ ഉണ്ടോ? ഓക്കെ, അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. കടയിലെ പോലെ തന്നെ ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. ഷെസ്വാൻ സോസ് കടയിൽ നിന്ന് വാങ്ങി പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടി ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഫ്ലേവർ കിട്ടുന്ന എനിക്ക് തോന്നുന്നു. മറ്റേത് കുറച്ച് ആർട്ടിഫിഷ്യൽ ഒരു ടേസ്റ്റ് വരും. Until we see you next time, bye bye.